ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സര ടെസ്റ്റ് പരമ്പരയിൽ 3 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ പരമ്പര 1-1 എന്ന നിലയിലാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയും രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയും വിജയിച്ചപ്പോൾ മൂന്നാം ടെസ്റ്റ് സമനിലയിലായി. ഈ മാസം 26 മുതൽ മെൽബണിലാണ് പരമ്പരയിലെ 4ാം ടെസ്റ്റ് ആരംഭിക്കുക. ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീം പരമ്പരയിൽ ലീഡെടുക്കും. നിലവിൽ പരമ്പര ഒപ്പത്തിനൊപ്പമാണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ പ്രകടനങ്ങളിൽ ആരാധകർക്ക് പൂർണ്ണ സംതൃപ്തി ഇല്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴും ചില കാര്യങ്ങൾ ഇന്ത്യയുടെ തലവേദനയായി തുടരുകയാണ്. അത്തരത്തിൽ 4ാം ടെസ്റ്റിന് മുമ്പ് ടീം ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുന്ന കാര്യങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സീനിയർ താരങ്ങളുടെ ഫോം തന്നെയാണ്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മങ്ങിയ ഫോമാണ്. ആദ്യ ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് ഇതുവരെ ഒരു മികച്ച സ്കോർ നേടാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല. രോഹിത് ശർമ്മയാകട്ടെ ഓസ്ട്രേലിയയിൽ ഇത്തവണ കളിച്ച 2 ടെസ്റ്റുകളിലും ഫ്ലോപ്പായി. ഓപ്പണിംഗിൽ നിന്ന് മധ്യനിരയിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയിട്ടും രോഹിത്തിന് ഫോമിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത കളിയിലും ഇവർ ഇരുവരും ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന വിഷയം ഉറപ്പാണ്. പന്തിന്റെ പ്രകടനങ്ങളാണ് ആശങ്കയ്ക്കുള്ള മറ്റൊരു കാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വിശ്വസ്ത ബാറ്റർ എന്ന ലേബലിലാണ് ഋഷഭ് പന്ത് അറിയപ്പെടുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ടെസ്റ്റിൽ മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പന്തിന് പക്ഷേ ഇത്തവണ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തവണ കളിച്ച 3 മത്സരങ്ങളിൽ ഒരു തവണ പോലും 40 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പന്തിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. 9, 21, 28, 37, 1 എന്നിങ്ങനെയാണ് ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ സ്കോറുകൾ. മെൽബണിൽ നടക്കാനിരിക്കുന്ന 4ാം ടെസ്റ്റിൽ പന്ത് ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. 4ാം ബൗളറും 5ാം ബൗളറും ഇന്ത്യയുടെ മറ്റൊരു ആശങ്കയാണ്. ഓസ്ട്രേലിയക്കെതിരായ 3ാം ടെസ്റ്റിൽ നിതീഷ് റെഡ്ഡിയെയും രവീന്ദ്ര ജഡേജയുമാണ് 4ാം ബൗളറും 5ാം ബൗളറുമായി ടീം ഇന്ത്യ ഉപയോഗിച്ചത്. എന്നാൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് വെല്ലുവിളി നൽകുന്ന ഒരു പ്രകടനം ഇരുവരിൽ നിന്നും ഉണ്ടായില്ല. ഇനിയുള്ള 2 ടെസ്റ്റുകളും അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ 4ാം ബൗളറായും 5ാം ബൗളറായും കളിപ്പിക്കുന്ന താരങ്ങൾ ഫോമിലേക്ക് ഉയരേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ്. അടുത്ത കളികളിലും ഇവർക്ക് മികവ് കാട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. മറ്റൊരാശങ്ക താരങ്ങളുടെ പരിക്കാണ്. 4ാം ടെസ്റ്റിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന പരിശീലനത്തിനിടെ രോഹിത് ശർമ്മയ്ക്കും KL രാഹുലിനും പരിക്കേറ്റിരുന്നു. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന നെറ്റ് സെഷനിൽ രോഹിത്തിന്റെ ഇടത് കാൽമുട്ടിന് പന്തുകൊണ്ട് പരിക്കേൽക്കുകയായിരുന്നു. മെൽബൺ ടെസ്റ്റിന് ഇനി 2 ദിവസങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അപ്പോഴേക്കും ഫിറ്റ്നസ് ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ടെസ്റ്റുകളിൽ ഇന്ത്യയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയ KL രാഹുലിന് പരിക്കേറ്റതും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 4ാം ടെസ്റ്റിന് മുമ്പുള്ള പരിശീലന സെഷനിൽ പരിക്കേറ്റ് രാഹുൽ ചികിത്സ തേടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇനി 2 ദിവസങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ അദ്ദേഹവും പൂർണ്ണ ആരോഗ്യവാനായി കളത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ.